രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് പറയും. രാ രാ. എൻ്റെ അടുത്ത് എത്ര അക്ഷരമുണ്ട്? അപ്പോൾ ഞാൻ പറയും 3 അക്ഷരമുണ്ട്. രണ്ടാമത്തെ അക്ഷരം ഏത് എന്നൊന്നും ചോദിച്ച് പറയരുത്. നിങ്ങളൊക്കെ കൂടെ കൂടെ റിലാക്സ്. ബാത്റൂം വർക്ക് സമയം ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പാടി എല്ലാവരും പാടാറുണ്ട്. പക്ഷെ അത് വെച്ചാൽ എവിടെ ഒരു എക്സിനെ വെച്ചാണ് ഞാൻ ആലോചിച്ചത്. ഇന്ന് പോകുന്നില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലേ? വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് മത്സരാർത്ഥികളെ പരിചയപ്പെടാം. എന്താ പേര്? കാർത്തിക. എവിടെ സ്ഥലം? എവിടെ തന്നെ? ഇവിടെ ട്രിവാൻഡ്രം തന്നെ. എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻ്റാണ്, ഫിസിയോതെറാപ്പി. ഓക്കെ. കൃഷ്ണപ്രിയ, കരിക്കത്തവ, BSc സ്റ്റുഡൻറ്റ്, ബോട്ടണി സ്റ്റുഡൻ്റ്. ഫ്രണ്ട്സാണ്. രണ്ടുപേരും മാത്രമായിട്ട് കറങ്ങാൻ ഇറങ്ങിയതാണല്ലേ? വേറെ ആരുമില്ല? ഓക്കെ. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് ഇഷ്ടമുള്ള ആൻസർ എന്താണോ മനസ്സിൽ തോന്നുന്നു ആൻസർ പറയുക. മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. 20 സെക്കൻഡിനുള്ളിൽ പറയുക. ആരാണോ കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിജയി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. മിക്കവാറും എല്ലാ ദിവസവും പറക്കാറുണ്ട്, പക്ഷേ എങ്ങോട്ടും പോകുന്നില്ല. ആരാണ് ഞാൻ? എല്ലാ ദിവസവും ഇങ്ങനെ കിടന്ന് പറക്കും എന്ന് മീൻസ് കറങ്ങും. എല്ലാ ദിവസവും കറങ്ങാറുണ്ട്, പക്ഷെ എങ്ങോട്ടും പോകാറില്ല. ക്ലൂ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരുടെ വീട്ടിലും ഈ ഒരു സാധനം കാണാം. ഫാൻ. കറക്റ്റ് ആൻസറാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. രണ്ടുപേരും ഇയാൾക്ക് വേണ്ടി ഇയാളും ക്ലാപ്പ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെ? അരയും കാല്. കറക്റ്റ് ആൻസർ. 2 ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടല്ലേ നേരത്തെ ഈ ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന ഒരു സ്ഥാപനമുണ്ട്. ഏതെന്നറിയോ? വർക്കിംഗ് ടൈമിൽ ഈ സ്ഥാപനം അടച്ചിട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊക്കെ കൂടെ കൂടെ റിലാക്സ്. ബാത്റൂം വർക്കിംഗ് സമയം. നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. നീ എന്തിനാണ് പാടാതെ ചേട്ടാ? ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ. ഒന്ന് ഇറങ്ങാൻ പറഞ്ഞേ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കോതിലല്ലേ ഇന്റർവ്യൂ. മൈ ഗോഡ്. ബാത്റൂമല്ല, സ്ഥാപനം. എന്ത് റിലേറ്റഡ് സ്ഥാപനം? എന്ത് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൻസർ പറയും. എന്തെങ്കിലും ചെറിയത് അതിനെ പറ്റിയ ഒരു ചെറിയ ക്ലൂ തന്നാൽ ഇപ്പൊ പറയെങ്കിലും പറയാം. ആക്ടിങ്ങുമായിട്ട് ബന്ധമുള്ളതാ സ്ഥാപനമാണ്. കത്തിയില്ലല്ലേ? ഭാഗ്യം. അവിടെ ആക്ടിങ് നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥാപനം. കൂടെ നമ്മൾ പോവും. ട്രയൽ റൂമോ? അല്ല. ഒരു റിലാക്സേഷന് വേണ്ടി കൂടെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകാറുണ്ട്. തിയേറ്റർ. കറക്റ്റ് ആൻസറാണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യനായി. പറയുന്നതിന് മുന്നേ കൈയടിച്ചു അല്ലേ? നല്ല കുട്ടി. ചോദിച്ചു വാങ്ങിയില്ല. മനസ്സിലായി? ഇതാണ് ഫ്രണ്ട്. ഇപ്പോഴേ മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. കാല് പിടിച്ചു കഴിഞ്ഞാൽ കൂടെ വരും. ആരാണ്? കാല് പിടിച്ചു കഴിഞ്ഞാൽ കൂടെ വരും. ആരാണ്? ചില പ്രത്യേക കാലാവസ്ഥകളിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം. കറക്റ്റ് ആൻസർ. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരേ ഉള്ളൂ. പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പാടി എല്ലാവരും പാടാറുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്വന്തമായി വീടുള്ള ജീവി ഏതാണ്? വീടുള്ള ജീവി സ്വന്തമായിട്ട്. ആ ജീവിയുടെ പേരിൽ വീടുണ്ട്. സ്വന്തമായി വീടുള്ള ജീവി. എന്താ ബേർഡ്സ് അങ്ങനെ എന്തെങ്കിലും ആണോ? അത് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു ജീവിയാണ്. തേനീച്ചയല്ല. ഇത് ആ ആൻസറിനകത്ത് വീട് വരണുണ്ട്.
മനസ്സിലായില്ലേ? ആൻസറിൽ വീടുണ്ട്. ആ ജീവിയുടെ പേരിൽ തന്നെ ഒരു വീടുണ്ട്. ആ ജീവിയുടെ പേരിൽ ഒരു വീട് എന്നൊരു പദം അടങ്ങിയിട്ടുണ്ട്. ആ ജീവി നമ്മളെ വീട്ടിലൊക്കെ ഉള്ള അങ്ങനത്തെ ചെറിയ വീട്ടിലൊക്കെ കാണും. നമ്മൾ വളർത്താൻ പറ്റത്തില്ല, അല്ലാതെയൊക്കെ വരും. മറ്റേ പാറ്റ പല്ലിയൊക്കെ അതേപോലത്തെ ഒരു ഇനമാണ്. വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഒറ്റ അക്ഷരം ചേർത്ത ആൻസറായി. ചീവീട് കറക്റ്റ് ആൻസർ. കിട്ടുന്ന കിട്ടുമായിരിക്കുമെന്ന്. 3 ക്വസ്റ്റിൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. പേരിൻ്റെ കൂടെ പൂവ് കൊണ്ട് നടക്കുന്ന ഒരു ജീവി. പേരിൻ്റെ കൂടെ പൂവ് കൊണ്ട് നടക്കുന്ന ഒരു ജീവി. പൂമ്പാറ്റയല്ല. അത് വീട്ടിലൊക്കെ സാധാരണ നമ്മൾ വളർത്തുന്നതാണ്. ഈ ജീവിനെയോ? ഈ ജീവി വളർത്തും. പൂവ് കൊണ്ട് നടക്കുന്ന ജീവി ഏതാ? പൂവ് കൊണ്ട് നടക്കുന്ന പേരിൽ പൂവ് കൊണ്ട് നടക്കുന്ന ജീവി വീട്ടിൽ വളർത്തും. ചില സമയത്ത് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി കൂടുതലൊന്നും പറയണ്ട. ഗസ്റ്റ് വരുമ്പോൾ അത്രേ പറയുന്നുണ്ട്. അല്ല, കംപ്ലീറ്റ് ഒരു ക്ലൂ ഇതാ. ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൊല്ലും അതിനെ. ഇത്ര ക്രൂരമായ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. കൊതുക് കുഞ്ഞിന്റെ പേര് മല. മലയല്ലടാ, കുന്ന്. കുന്ന് നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്. പേരിലവിടെ പോയിരിക്കുന്നു. പേരിൽ പൂ കൊണ്ട് നടക്കുന്ന ജീവി. ചില സമയങ്ങളിലല്ല, എന്നും നമുക്ക് കഴിക്കാൻ അതൊരു സാധനം തരും. കഴിക്കുന്ന സാധനം അത് ആ വർഗത്തിൽപ്പെട്ട ഒന്നാണിത്. മനസ്സിലായില്ല. ക്ലൂ മനസ്സിലായില്ല. പശുവല്ല. പശു പോലത്തെ വേറൊരു സാധനം വീട്ടിലൊക്കെ വളർത്തുന്നത്. കോഴി. കോഴി. പക്ഷെ കോഴിയല്ല, പൂവൻകോഴി. കറക്റ്റ്. നമ്മൾ വീണ്ടും 3 ഗസ്റ്റ് വരുമ്പോൾ അറക്കുന്ന കാര്യം മനസ്സിലായോ? അതൊക്കെ ആലോചിച്ചത്. ഇന്ന് പോകുന്നില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ചയൊക്കെ നിങ്ങൾ കേറ്ററിംഗിന് പോണതല്ലേ? ഒരു 10 മണിയാകുമ്പോ പോകും. അതുവരെ ഇവന്മാർ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നതിന്റെ കാര്യം വേറെയാ. അതുമായിട്ട് ബന്ധമുള്ള ഒരു ജീവി. അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തിന്നുകയുമില്ല, കുടിക്കുകയുമില്ല, ഒന്ന് കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ പറയും. തിന്നേയില്ല, കുടിക്കുകയില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം. അടിയോ എന്തെങ്കിലും കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. 2 ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. റേഡിയോ അല്ല. സാധാരണ ഉത്സവ പറമ്പുകളിലൊക്കെ കാണും. കളിപ്പാട്ടം അങ്ങനെ എന്തെങ്കിലും. ഘോഷയാത്രയുടെ കൂടെയൊക്കെ വരും. ഘോഷയാത്ര ഉത്സവപ്പറമ്പിൽ കാണും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉള്ളപ്പോൾ ഇപ്പോൾ ആൾക്കാർ അവരെ വിളിക്കാറുണ്ട്. ഒബ്ജക്റ്റാണ്. തിന്നുകയുമില്ല, കുടിക്കുകയുമില്ല, ഒന്ന് കിട്ടിയാലേ എന്തെങ്കിലും പറയും. ജീവനില്ലാത്ത ഒരു വസ്തുവാണ്. ആൾക്കാർ കൊണ്ടു നടക്കുന്ന സാധനമാണ്. അങ്ങനെ എപ്പോഴും കൊണ്ട് നടക്കത്തില്ല. ആ ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോഴത്തേക്ക് അവർ കൊണ്ട് നടക്കും. തിന്നുകയില്ല, പിന്നെ കുടിക്കുകയൊന്നുമില്ല. എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ സംസാരിക്കും. ഗൂഗിളാ? ഗൂഗിളാ? അയ്യോ പിന്നെയില്ല, കുടിക്കുകയില്ല. നമ്മൾ എന്തെങ്കിലും കൊടുക്കും. നമ്മൾ അടി കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ അടി കൊടുക്കുമ്പോൾ അത് ശബ്ദിക്കും. അത്രയാണ്. എന്താ തമാശ കളിക്കല്ലെന്ന് വേണ്ട പറയും. ഇനി പറയും. നമ്മൾ അടിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു 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 സൗണ്ട് അതിൽ നിന്ന് കേൾക്കുന്നത്. എന്താണ്? ഇനി ഇതിൽ കൂടുതൽ ക്ലൂ ഒന്നും തരാൻ പറ്റത്തില്ല. ഇനി ആൻസർ പറയേണ്ടി വരുന്നു. ചേച്ചി ആൻസർ പറഞ്ഞു. ടൈം ഔട്ടായി. ചെണ്ട. രണ്ടുപേരും കത്തിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് പറയും. എൻ്റെ അടുത്ത് എത്ര അക്ഷരമുണ്ട്? അപ്പോൾ ഞാൻ പറയും 3 അക്ഷരമുണ്ട്. രണ്ടാമത്തെ അക്ഷരം ഏത് എന്നൊന്നും ചോദിച്ച് പറയരുത്. പാണ്ടിപ്പട സിനിമയിൽ മൊത്തത്തിൽ എത്ര അക്ഷരമുണ്ട് പറയൂലേ? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള 3 അക്ഷരേ ഉള്ളൂ. മലയാളത്തിൽ എഴുതുമ്പോൾ 3 അക്ഷരേ ഉള്ളൂ.
അടുക്കുന്ന ഒരു വാക്കുണ്ട്. നടുക്കൊരു വാക്കുണ്ട്, അതൊന്നും എൻ്റെ ചോദിക്കല് ഞാൻ പറഞ്ഞു തരില്ല, നിർബന്ധിച്ചാലും പറയും. ഇങ്ങ ഇപ്പൊ പറയും. ആയി തുടങ്ങി രാവിലെ അവസാനിക്കുന്നത്. അതെന്താണ്, ഒരു നെയിമാണോ അതോ? നെയിമൊന്നുമല്ല, അത് ഒരു എന്താ മാത്സുമായിട്ട് ബന്ധപ്പെട്ട മാത്സോ? നമ്മുടെ സംഖ്യകളില്ലേ, സംഖ്യകളായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒന്നാണ്. നമ്പേഴ്സ്. രായിൽ തുടങ്ങി രായ്. നിനക്ക് എത്ര വയസ്സായി? എനിക്ക് ഇത്ര വയസ്സായി. 2.5. കറക്റ്റ് ആൻസറാണ്. അപ്പോൾ 5 ക്വസ്റ്റ്യനായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് പോയ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്, പിന്നെ സഹിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ചില കാലാവസ്ഥയിലാണെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്ന് ഈ ഒരു സാധനം പോയാൽ സഹിക്കാൻ പറ്റത്തില്ല, പക്ഷെ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എന്താണ് ആ സാധനം? ഫാനല്ല, അതൊരു കണക്ട് ചെയ്ത് പറയും. കാറ്റല്ല, അല്ല, അതൊരു കണക്ട് ചെയ്ത്. മഴ വരുമ്പോൾ സാധാരണ പോകാറുണ്ട്. ഇത് പറയൂ. സൂര്യനല്ല, വെയില്. മഴ വരുമ്പോഴാണ് ഈ സാധനം പോകാറുള്ളത്. വീട്ടിലോ മഴ വരുമ്പോൾ പോകും. കറണ്ട്. 6 ക്വസ്റ്റ്യൻ്റെ ആൻസറായില്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വണ്ടികൾ ഓട്ടിക്കാത്ത ഡ്രൈവർ ആരാണ്? കറക്റ്റ് ആൻസർ. പക്ഷേ 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ കുട്ടിയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നു. ഞാൻ 6 പറഞ്ഞ ഇതൊക്കെ എന്ത്? 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. എന്തായിരുന്നു പേര്? കാർത്തിക. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയ് കാർത്തികയാണ്. കാർത്തികയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരം. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.